ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ ഈ ഉണ്ണിയപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല സോഫ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് യോയ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കണം. അതിനായി ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഈ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് ശർക്കര ഉരുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായി തിളച്ച് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാട്ടാ. ഇപ്പോൾ ഈ ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള ഉണ്ണിയപ്പാട്ടാണ് ഉണ്ടാക്കുന്നത്. പച്ചരി അരച്ച് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഈ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും കിട്ടൂട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്താലും മതിട്ടാ. ഇനി ഇതിലേക്ക് 1 കപ്പ് റോബസ്റ്റ് പഴം മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത ശേഷം നന്നായി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി എടുക്കുമ്പോഴേ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ മാവൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇഡ്ഡലി മാവിനേക്കാൾ കുറച്ച് കട്ടി കൂടുതലായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് 6 മണിക്കൂർ പുളിക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ 6 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അതിനായി ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് ഉണ്ണിയപ്പത്തിൻ്റെ അടിവശം കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ സൈഡ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ സൈഡും ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരവും വളരെ സോഫ്റ്റുമായ നല്ല നാടൻ ഉണ്ണിയപ്പം ആട്ടത്. എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.